എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇടയ്ക്ക് വെച്ചിട്ടുള്ള ചർച്ചാ വിഷയം മൊത്തവും നമ്മുടെ സീതത്തോട് ദീപ്തിയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കറിയാം ഇപ്പോൾ അതിനൊക്കെ ഒരു അയവ് വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കാട്ടിലുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുന്ന സമയത്തിന് വീഡിയോസൊക്കെ ചെയ്തു, ആ കുട്ടിയുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ആ ഒരു കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലൊക്കെ പോയി പലരുടെയും പരാതിയെ തുടർന്നിട്ട് പിന്നീട് നമ്മൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെയും അവരുടെ ഈ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ 2 സഹോദരങ്ങളെയും അമ്മയെയും കൂടി ദീപ്തിയൊക്കെ കൊണ്ടുവന്നു. അവർക്ക് താമസിക്കാനുള്ളൊരു സജ്ജീകരണങ്ങളൊക്കെ ഒരു കുഞ്ഞു വീട് പോലെയൊക്കെ ഒതുക്കി കൊടുത്തു. അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നതിൻ്റെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ചാനൽ വഴി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ ദീപ്തിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പുരയിടം ഏതാണ്ട് 10 സെന്റോളം വരുന്ന ഒരു പുരയിടം മേടിക്കുകയും ആ ഒരു പുരയിടത്തിനകത്ത് ഈ പറയുന്ന അജിതയ്ക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് ദീപ്തി മുന്നോട്ട് വരികയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആ ഒരു വീട് വെക്കാനുള്ള പുരയിടത്തിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെ അവരതൊരു വീഡിയോസ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണാം. അല്ല, ഓരോ സ്ഥലങ്ങളും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, കുറേ അജിതയും പോയി കണ്ടു. അങ്ങനെ നമ്മൾ 2 കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കോട്ടവമ്പാറ തന്നെയുള്ളതാണ്. പിന്നെ മെയിൻ റോഡ് താഴെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെ ഉണ്ട്. അവിടുന്ന് ഒരു കോൺക്രീറ്റ് റോഡ് ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ വരെ സ്ഥലം വരെ റോഡുണ്ട്. വണ്ടി നമ്മുടെ ഈ സ്ഥലം വരെ എത്തുന്ന പോലെ ഒരു സ്ഥലമാണ്. താഴെ ഒരു വെള്ളച്ചാട്ടവും തോടും എല്ലാം കൂടെ ഉള്ളതാണ്. വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല. എങ്ങാനും ഇനി ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ വണ്ടിയിൽ ഇവിടെ വെള്ളം കൊണ്ട് പഞ്ചായത്തിൻ്റെ വെള്ളം ഇവിടെ എത്തുന്നതാണ്. അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ്. പിന്നെ ഞാൻ അജിതയോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ പ്ലാനിൽ വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട് വെച്ച് കൊടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് ഒരാൾ മാത്രമല്ല, ഇനി വേറെ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അവരെ നമുക്ക് പറ്റുന്ന പോലെ സഹായിക്കണം. അപ്പോൾ നമ്മൾ വീട് അജിത ലൈഫിൻ്റെ വീടില്ല, പഞ്ചായത്തിൽ അപ്ലൈ ചെയ്ത് പുള്ളിക്കാർക്ക് അതിനുള്ള കഴിവും എല്ലാം ഉണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. അതവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കാരണം എപ്പോഴും മുൻഗണന ഉള്ള വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളതാണ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി അജിത കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്തോളൂ. എനിക്ക് അതിൻ്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വീട് അപ്പോൾ ഘട്ടഘട്ടമായിട്ട് സാധാരണ എല്ലാവർക്കും എങ്ങനെയാണോ അവർ പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുന്നത് അതുപോലെ തന്നെ അനുവദിച്ചു കൊടുത്തോളൂ. അപ്പോൾ ഇപ്പോൾ സ്ഥലം അളന്നുകൊണ്ടിരിക്കുകയാണ്. അളക്കുന്ന വീഡിയോ എടുക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കുന്ന വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് സ്ഥലം. ഒന്ന് കാണിച്ചോട്ടെ. തൊട്ട് മുന്നേ വീടുകളുണ്ട്. ഇതൊരു വീട്, കിടക്കുന്നുണ്ടല്ലേ, ഇത് കുഞ്ഞാവ് നിൽക്കുന്നവരെ വഴിയാണ്. ഈ സ്ഥലം ഇങ്ങനെ മുറിച്ച് അടിക്കുന്നത്. അപ്പോൾ സ്ഥലം മേളോട്ട് പോകുന്നതനുസരിച്ച് റോഡും വീതി കൂടിയാണ് പോകുന്നത്. വെട്ടിയാണ് പോകുന്നത്. സ്ഥലം മേടിച്ചില്ലേ, എന്തെങ്കിലും കാത്തിരുന്നത് ദിവസം എത്തി സ്ഥലം മേടിച്ചു. ഇന്ന് അളക്കാനായിട്ട് വന്നു. അളക്കുവാണ് സ്ഥലം. ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പഞ്ചായത്തിൽ ആവശ്യം കൊടുക്കണം. ലൈഫിൻ്റെ വീട് കിട്ടുമെന്ന് അതെന്നെ വിലക്ക് വെച്ചേക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് എനിക്ക് ഓട്ടം കൂടുതൽ വീട്ടിലിരിക്കാൻ പറ്റാത്തത്. സ്ഥലമായി പിന്നെ ലൈഫ് പദ്ധതി ആയതുകൊണ്ടായിരുന്നു മാക്സിമം 1 വർഷമൊക്കെ പിടിക്കുന്ന തോന്നുന്നു. അത് വിഷയമൊക്കെ കൊടുത്ത് എല്ലാം ആയി വരണ്ടേ. അതിന് കഴിഞ്ഞൊരു വീടാവുന്ന വരെ പ്രതീക്ഷയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സന്തോഷം. ലൈഫിൽ ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും 10 സെന്റ് സ്ഥലം ഞാൻ എൻ്റെ നമ്മൾ 10 സെന്റ് സ്ഥലമാണ് വാങ്ങിക്കുന്നത്. അതിൽ 3 സെന്റ് വീട് വെക്കേണ്ടതുകൊണ്ട് നമ്മൾ അജിതയുടെ മാത്രം പേരിലും ബാക്കി 7 സെന്റ് 4 മക്കളുടെയും അജിതയുടെയും കൂടെ പേരിലുമാണ് എഴുതുന്നത്. നമ്മൾ അങ്ങനെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ എന്താണെന്നുള്ളത്. എന്താവശ്യം വന്നാലും അജിത ഈ സ്ഥലത്തെ തൊടാൻ പാടില്ല. അത്രയും പറയുള്ളൂ. ബാക്കി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഇത് പണയപ്പെടുത്തുന്നതിനെ വെക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. അത്ര ഒരാവശ്യം ജീവിതത്തിലില്ല. കാരണം ഇത്രയും വർഷം 19 വർഷത്തിന് മേലെ ആയില്ലേ നമ്മൾ സ്ഥലം ആദ്യമായിട്ടല്ലേ സ്വന്തം പേരിലാവുന്നത്. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കുക, പ്രധാനമായിട്ട് മക്കൾക്ക് വേണ്ടി. കാരണം സ്ഥലവും വീടും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വരും. പോയവരൊക്കെ തിരിച്ചു വരും. പല വാഗ്ദാനങ്ങളും തരും. അതിലൊന്നും അജിത വീട് തരും. എനിക്കതേ പറയാറുള്ളൂ. കാരണം സ്ഥലം വാങ്ങി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അജിതയുടെ എനിക്കതിൽ പറയാൻ യാതൊരു വോയിസും ഇല്ല. അത് ചെയ്യരുത് ഇത് ചെയ്യരുതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ കണ്ട് കഴിഞ്ഞാൽ അജിത ചെയ്തോ. അപ്പോൾ അവർ അളക്കട്ടെ. ഞങ്ങളതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അളവൊക്കെ നോക്കി എവിടെ വീട് വെക്കാം എന്ത് വെക്കാനൊക്കെ നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അതാണ് പറയുന്നത്. ദീപ്തി അവരുടെ കുഞ്ഞിനെ വെച്ചിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ആളുകൾക്ക് എല്ലാം ഭയങ്കര ഹാലിളവൊക്കെ വരുന്നു. ആളുകളെല്ലാം ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദീപ്തിക്ക് അത് കാണിക്കാൻ കൊള്ളാമോ, ഇത് കാണിക്കാൻ കൊള്ളാമോ, ആ കുഞ്ഞിനെ വെച്ച് ദീപ്തി സമ്പാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ പറയുന്നവരാരെങ്കിലും ആണോ ദീപ്തിക്ക് ആ കുഞ്ഞിന് കിടക്കാനുള്ള കിടക്കാടത്തിന് വേണ്ടിയിട്ട് പുരയിടം മേടിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടായത്? ആർക്കും അല്ലല്ലോ. അത് അവർക്കല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അജിത എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നനഞ്ഞടം കുഴിക്കാനായിട്ട് മിടുക്കത്തെയാണ് കേട്ടോ. എത്രത്തോളം കൊടുത്താലും കൊടുക്കുന്നിടത്തോളം മേടിക്കാനായിട്ട് അണ്ടാവും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്രാന്തം പിടിച്ച സ്ത്രീ ആയിട്ടാണ് ഈ അജിതയെ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇവരുടെ ചാനൽ കാണുന്ന ആളുകളാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വീട് വെക്കുന്നതിനെ കുറിച്ചിട്ട് പെണ്ണുമ്പിള്ളയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്.
എന്തല്ലേ. ഇതിനാണ് പറയുന്നത് കാണാത്തത് കാണുമ്പോൾ തോന്നാത്തത് തോന്നും എന്ന് പറയുന്നത്. കാടിനകത്ത് ശരിക്കും കിടക്കാൻ പോലും ഒരു ഇടയില്ലാതെ ഉള്ള സ്ഥലത്ത് ചുരുണ്ടുമടഞ്ഞു കിടന്ന ആളുകൾക്ക് 10 സെന്റ് പുരയിടം കൊണ്ടു കൊടുത്തിട്ട് അതിലൊരു വീടിനെ പറ്റി പറയുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ നോക്കിക്കോളൂ. എത്ര മുറി, എത്ര അത് ഇത് മറ്റത് മറിച്ചത് എന്ന് വേണ്ട മുറ്റത്തിൻ്റെ വരെ, മുറ്റത്തിൽ ചെടി വെക്കുന്നതിനെ കുറിച്ചിട്ട് വരെ എന്തുവാടേ, നനഞ്ഞിടം കുഴിക്കാതിരിയടോ, തനിക്ക് നാണം ഇല്ലേ? അതാണ് എനിക്ക് ആ ഒരു സ്ത്രീയോട് ചോദിക്കാനുള്ളത്. തനിക്ക് നാണമില്ലേ ഇങ്ങനെ നനഞ്ഞിടം കുഴിക്കാനായിട്ട്? അവര് നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി വസ്തു മേടിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പോഴും നിങ്ങൾക്ക് ഊറ്റുന്നതിന് ഒരു കുറവുമില്ല. എടോ, താൻ വിവാഹം കഴിച്ച് തനിക്ക് 3 മക്കളുണ്ടാക്കിയത് ഈ പറയുന്ന ദീപ്തിക്ക് വേണ്ടിയിട്ടല്ല, അത് തനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് തനിക്ക് വീട് വെച്ച് തരാനായിട്ട് പുരയിടം വാങ്ങിച്ചു തന്ന അവരെടുത്ത് തനിക്ക് നാണാവുന്നില്ലേ ഇങ്ങനെയൊക്കെയുള്ള തൻ്റെ പ്ലാനിങ്ങുകളെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട്? അല്ലെങ്കിൽ പറയാലോ, നിങ്ങളുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ല, എൻ്റെ മനസ്സിലൊരു താല്പര്യമുണ്ട് എന്ന് കരുതിഞ്ഞ് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതിത്തിരി ഓവറായിപ്പോയി ആ പറച്ചിൽ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വീട് ചെയ്തു തരാൻ പറഞ്ഞിരുന്നെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്ത് തന്നെ. ഇതിപ്പോൾ വീട് പഞ്ചായത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട് പഞ്ചായത്ത് പോയി വീടിൻ്റെ കാര്യങ്ങളൊക്കെ അജിത നോക്കിക്കൊള്ളണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതുപോലും ഈ അജിതയ്ക്ക് മടിയാണെന്നേ. അതാണ് പോരുന്നേനെ പോരട്ടെ, എൻ്റെ കുമ്പ നിറയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ അജിതയുടെ നിലപാട്. എത്ര കിട്ടിയാലും അജിതയുടെ കുമ്പ നിറയില്ല. കൊടുക്കുന്നവരിങ്ങനെ അങ്ങ് കൊടുത്തുകൊണ്ടേയിരിക്കുക, അത്രയേ ഉള്ളൂ. ശരിക്കും വല്ലാത്ത മോശമായി. ഇപ്പോൾ ശരിക്കും എനിക്ക് ദീപ്തിയോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വയ്യാവലികളെ എടുത്ത് തലയിൽ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവറ്റുകളെയൊക്കെ ഇവരുടെ കാര്യം നോക്കി അങ്ങ് വിട്ടേക്കണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കുക. കുട്ടിക്കായാലും തള്ളയ്ക്കായാലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതുപോലെ ഇവരെയൊക്കെ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇനി, അതായത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, ഇവർ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും ഇവരുടെ ആഗ്രഹങ്ങൾ, ഇവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉളപ്പും ഇല്ലാണ്ട് ഇവരെ കൊണ്ട് മേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും ഒരുപാട് വലിയ മിറ്റൊന്നും വേണ്ട. അത്യാവശ്യം നമുക്ക് മാനിയായിട്ടൊരു ഓട്ടയോ സ്കൂട്ടിയോ ഇടാൻ വേണ്ടി കുറച്ചുള്ള സ്ഥലം, അത് ഫ്രണ്ട് മിറ്റം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടെന്ന് പറയുമ്പോഴത്തേക്കും അടുക്കള, കുഞ്ഞടുക്കള. പുറമേ നിന്ന് നോക്കിയാൽ വീട് ചെറുതായിരിക്കും, പക്ഷേ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു സൗകര്യമുള്ള ഒരു വർക്കത്തില്ല അങ്ങനത്തെ. പിന്നെ അടുക്കള എന്തായാലും വീടിനോട് ചേർത്ത് ചെറിയ അടുക്കള ഉണ്ട്, പക്ഷേ നമുക്ക് വർക്കിംഗ് ഏരിയ അടുക്കളയായിട്ട് അതിന് വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ തന്നെ ചെറിയൊരു സ്ഥലമാണ് അത് പ്രത്യേകം. പിന്നെ ഞങ്ങൾ 4-5 പേര് ഉള്ളതുകൊണ്ട് മാക്സിമം ഒരു ചെറിയൊരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, പിന്നെ ഒരു 4 റൂം, അങ്ങനെയൊക്കെയാണ് പരിപാടി. മനസ്സിലായി. അടുക്കള ചെറുതായാലും സാരമില്ല, കാരണം നമ്മൾ അതിലങ്ങനെ വലിയ പാചകം ചെയ്യുന്നില്ല. നമുക്ക് അത് പുറത്തോട്ട് വർക്കിംഗ് ഏരിയ അങ്ങനെ. പിന്നെ എന്താണ് മിറ്റൊക്കെ ചെറുതായി സാരമൊന്നുമില്ല. പിന്നെ ചെടി മെയിനായിട്ട് സൈഡിൽ നിന്ന് ചെടി, പിന്നെ അതിൻ്റെ സ്ഥലങ്ങൾ. പിന്നെ ടെറസിൻ്റെ മേളിൽ പൂക്കൊണ്ട് മറ്റേ 4-3 വരി കട്ട വെച്ച് കെട്ടിയിട്ട് കൃഷി, എന്തെങ്കിലും പച്ചമുളക് അങ്ങനെയുള്ള മണ്ടയ്ക്ക് ചെയ്യണം. ഗാർഡൻ ബാഗ് കിട്ടും, അത് ഗാർഡൻ ബാഗ് കിട്ടും, അതിൽ കൃഷി ചെയ്യാൻ പറ്റും. ഇഞ്ചൊക്കെ നടാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, എല്ലാം നടക്കട്ടെ. എല്ലാം മറ്റേതാണെങ്കിൽ ആടിനോ പശുവിനെയോ പോത്തോ വലിയ ആവശ്യമൊന്നുമില്ല, ചെറിയ 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 ആവശ്യം. അതെ, ഒരു വീട്ടിൽ കോഴികളോ 4 കോഴികളോ അല്ലല്ലേ മുട്ടയൊക്കെ എടുക്കാം. അച്ഛൻ പോലെ കൊച്ചു വെച്ച കൃഷി. അതെ, ഓക്കെ, എല്ലാം സാധ്യമാകട്ടെ, എല്ലാം നമുക്ക് ചെയ്യാം. പറയുകയാണെങ്കിൽ ഈ ഒരു സ്ത്രീ വിവാഹം കഴിച്ച് 2-3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് അത് ഈ പറയുന്ന ദീപ്തിയുടെ ഫാമിലിയോ മറ്റുള്ളവരോ ആരും പറഞ്ഞിട്ടല്ല, അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. എന്നിട്ട് ഒരാൾ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ നനഞ്ഞടം കുഴിക്കുക, എത്രത്തോളം പോരുന്നെങ്കിലും അത്രത്തോളം പോന്നോട്ടെ എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുക, അത് ഒട്ടും നല്ല കാര്യമല്ല. എന്തായാലും ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.